ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്കുണ്ടായിരുന്ന പണ്ടത്തെ നല്ല പാരമ്പര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന. മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളുമെല്ലാം പ്രാർത്ഥന പാവിരിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിയുമ്പോൾ പരസ്പരം സ്തുതി കൊടുക്കുകയും ഉമ്മ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടങ്ങളെല്ലാം പണ്ടുണ്ടായിരുന്നു. സിനിമാ നടനായ ജയസൂര്യ ഇപ്രകാരം പറയുന്നു: ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ പ്രാർത്ഥന കഴിയുമ്പോൾ പരസ്പരം സ്തുതി കൊടുക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവർക്കിടയിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളെല്ലാം അതോടുകൂടി തീരുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കൊരു ആത്മശോധന ചെയ്യാം. നമ്മുടെ എത്ര കുടുംബങ്ങളിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പരസ്പരം സ്തുതി കൊടുക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ധ്യാനഗുരുവായ ദാനിയേൽ ഇപ്രകാരം പറയുന്നു: പണ്ടത്തെ പോലെ നമുക്കൊരു പ്രാർത്ഥന ആവരിച്ച് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായി നമ്മൾ മാറണമെന്ന്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പണ്ടെല്ലാം മാതാപിതാക്കളും മക്കളും ഒരുമിച്ചാണ് അനുദിനം ദേവാലയത്തിൽ ബലിയർപ്പണത്തിന് പങ്കെടുക്കാൻ പോകുന്നത്. ഇന്ന് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ദേവാലയത്തിൽ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ പോകുന്നതായി കാണുന്നില്ല. വിശുദ്ധ ചാവറ പിതാവ് പ്രകാരം പറയുന്നു: ഒരു കുടുംബം ഗതി പിടിക്കണമെങ്കിൽ അവൻ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും അനുദിനം ദേവാലയത്തിൽ പോയി ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് അവിടെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കണമെന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ ഇടവകയിൽ രാവിലെയും വൈകിട്ടും കുർബാനകളുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുവാൻ അയക്കുകയും അങ്ങനെ നമ്മൾ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ പരിശ്രമിക്കുകയും നമ്മൾ ചെയ്യണം. വീണ്ടും മറ്റൊരു കാര്യം, ഞായറാഴ്ച കടപ്പെട്ട ദിവസങ്ങളിൽ, സാബത്ത് ദിവസങ്ങളിൽ പണ്ടെല്ലാം അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള യുവാക്കൾ മാത്രമല്ല, കുടുംബസ്ഥരും ദമ്പതികളും എല്ലാം 9 മണിക്കുള്ള കുർബാനയ്ക്കാണെങ്കിൽ 9:15 9:30 ദേവാലയത്തിൽ ചെല്ലുന്നത്. എന്തായാലും ഇവർ ദേവാലയത്തിന് അകത്ത് പ്രവേശിക്കുന്ന പ്രശ്നമില്ല. ഇവരെപ്പോഴും ദേവാലയത്തിന് പുറത്തായിരിക്കും ഇവർ നിൽക്കുന്നത്. അപ്പം വിശുദ്ധ കുർബാനയുടെ വിലയറിയാത്തത് കൊണ്ടാണ് അവർ ഇപ്രകാരം ചെയ്യുന്നത്. നമുക്കറിയാം, ഈശോ സഹിച്ചതെല്ലാം വിശുദ്ധ കുർബാനയാകുന്നതിന് വേണ്ടിയാണ്. നമുക്ക് വീട് വെച്ച് തരാനോ നമുക്ക് ജോലി മേടിച്ച് തരാനോ ഒന്നും ഈശോ സഹിച്ചിട്ടില്ല. പരിശുദ്ധ കുർബാനയാകുന്നതിന് വേണ്ടിയാണ് ഈശോ സഹിച്ചിരിക്കുന്നതെല്ലാം. പിന്നെ നമ്മൾ ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ബലിയർപ്പണത്തിൽ നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മൾ എവിടെ ആയിരിക്കണം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഭാപ്രസംഗകൻ 5:1 ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുവിൻ. ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമമെന്ന്. അപ്പോൾ ബലിപീഠത്തിന് പുറകിലിരിക്കുന്നവരെയും ബലിപീഠത്തിന് പുറത്തിരിക്കുന്നവരെയും സുവിശേഷം വിളിക്കുന്ന പേരാണ് വിഡ്ഢി എന്നുള്ളത്. നമ്മൾ ഒരു ബലിയർപ്പണവും വിഡ്ഢിയുടെ ബലിയർപ്പണം പോലെ ആകരുത്. ബലിപീഠവുമായി ചേർന്നിരിക്കുന്നവരായി നമ്മൾ മാറണം. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിത പങ്കാളിയെയും എല്ലാം നമ്മൾ ഉപദേശിക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇന്നെന്ന് വിളിക്കുന്ന ദിവസങ്ങളോടത്തോളം എന്നും നിങ്ങൾ പരസ്പരം ഉപദേശിക്കണമെന്ന്. മക്കളോട് നമ്മൾ പറയണം, ദേവാലയത്തിന് മുമ്പിൽ പോയി നിൽക്കണം, കൈകൂപ്പി നിൽക്കണം, ഭയഭക്തിയോടുകൂടി നിൽക്കണം. കാരണം സർവാധിപന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, അത്യുന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ നമ്മൾ കൈകൂപ്പി നിൽക്കണം. ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം പറയുമ്പോൾ അവരെന്തെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ നാളെ അവർ അനുസരിക്കുന്നവരായിട്ട് മാറും. ദൈവം ഇടപെടും. സ്നേഹമുള്ളവരെ, ഞാനിത് പറയുമ്പോൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ കുർബാനയുടെ വിലയറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ദേവാലയത്തിൽ ഞാൻ പോകുമ്പോൾ ആനവാതിലിന് ചേർന്ന് ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഞാൻ. എനിക്ക് ഈ വചനം സഭാപ്രസംഗം 5:1 ലഭിക്കുകയും ദൈവത്തിൻ്റെ പ്രത്യേക അനുഭവം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഞാൻ ദേവാലയത്തിനകത്തേക്ക് ചെല്ലുകയും ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമായി മാറുവാനൊക്കെ ദൈവം സാധിച്ചു. ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ സ്നേഹമുള്ളവരെ, നമ്മൾ പഴയകാല ആ പാരമ്പര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നതിനായി മാറുവാൻ പരിശ്രമിക്കണം. അതായത് നമ്മുടെ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും അനുദിനം നമ്മൾ ദേവാലയത്തിൽ വിട്ട് ബലിയർപ്പണത്തിൽ പങ്കെടുപ്പിക്കണം. അതുപോലെ തന്നെ കടപ്പെട്ട ദിവസങ്ങളിൽ, സാബത്ത് ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ദേവാലയത്തിൽ പോവുകയും ബലിപീഠവുമായി ചേർന്ന് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.